ലേസി ഐ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണമാണ് രണ്ട് കണ്ണുകൾ തമ്മിലുള്ള പവർ വ്യത്യാസം. ഉദാഹരണത്തിന്, ഒരു കുട്ടിയുടെ റൈറ്റ് ഐയിൽ നോർമൽ വിഷനും ലെഫ്റ്റ് ഐയിൽ കാഴ്ചക്കുറവും ഉണ്ട് എന്നിരിക്കട്ടെ. റൈറ്റ് ഐ കുട്ടിയുടെ ബ്രെയിനിൽ വ്യക്തമായ ഇമേജും എന്നാൽ ലെഫ്റ്റ് ഐയിൽ നിന്നും മങ്ങിയ ഇമേജും ആയിരിക്കും കുട്ടിയുടെ ബ്രെയിനിൽ ലഭിക്കുക. ഈ കാഴ്ച വ്യത്യാസം നേരത്തെ കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ ഇടത്തെ കണ്ണിൽ നിന്നുള്ള സിഗ്നൽ ബ്രെയിൻ ഒഴിവാക്കുകയും കാലക്രമേണ ആ കണ്ണ് ആംബ്ലിയോപ്പിക് അല്ലെങ്കിൽ ലേസി ഐ ആയി മാറുകയും ചെയ്യും. ഇങ്ങനെ സംഭവിച്ചാൽ ഭാവിയിൽ കുട്ടിക്ക് പൈലറ്റ്, സർജൻ പോലുള്ള പ്രൊഫഷനുകൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില കുട്ടികളിൽ ഹാൻഡ് റൈറ്റിംഗ് പ്രശ്നമായി വരുന്നത് കാണാറുണ്ട്. അതുമാത്രമല്ല, കാഴ്ച കൂടുതലുള്ള കണ്ണിൻ്റെ ഓവർ യൂസ് മൂലം ചില കുട്ടികളിൽ ഐ സ്ട്രെയിൻ, തലവേദന തുടങ്ങിയ ബുദ്ധിമുട്ട് കാണാം.